ഇന്നൊരു ഓഫ് ഡേ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഉജ്ര ബസ്സിലെ ഡ്രൈവറായ റാഷിദ് വിളിക്കണേ. ഹാജിമാരെ കൊണ്ടുപോകാൻ ഉദയബിയെ പോവാണ് ഈ കൂടി പോരുണ്ടോന്ന് ചോദിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ഡ്രസ്സ് മാറ്റി ബസ് കയറി ഞാൻ ഓന്റെ അടുത്തേക്ക് പോയി. ഹറമിൽ ഹാജിമാരെ റൂമിന്റെ മുമ്പിൽ ഹാജിമാരൊക്കെ കയറ്റി എനിക്കായിട്ടും കാത്തിക്കണ്ടേനി. മക്കത്തെ നാലാൾ അറിയപ്പെടുന്ന ഒരു വ്ളോഗറാണ് റാഷിദ്. ഇൻസ്റ്റാഗ്രാമിലൂടെ കുറെ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ഇനി നേരിൽ കാണണം. നേരെ വണ്ടിന്റെ അടുത്തേക്ക് ചെന്ന് സലാം പറഞ്ഞ വണ്ടിയിലിരുന്ന് വണ്ടി നേരെ വിട്ട് ഹുദൈബിയേക്ക്. അങ്ങനെ ഹുദൈബിയ എത്തുന്നവരെ ഞങ്ങൾ കുറെ സംസാരിച്ച്. അങ്ങനെ ഹുദൈബിയയിലെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ബാക്കിലിരിക്കുന്ന ഹാജിമാര് മലയാളി ഹാജിമാരാന്ന് മനസ്സിലായത്. കൂടെ ഉള്ളത് KNM ഹജ്ജ് ആൻഡ് ഉംറ സർവീസിന്റെ ഗ്രൂപ്പിന് ബഹുമാനപ്പെട്ട നൌഷാദ് കരുവണ്ണൂർ ഉസ്താദ് ഇനി അവരുടെ അമീർ. കൂടെ വന്ന ഹാജിമാരോട് ഇറങ്ങേണ്ടിയവർക്ക് ഇറങ്ങാമെന്നും പറഞ്ഞ് ഉസ്താദ് ആയിക്കൂടെ ഇറങ്ങി നടക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങി. ഇതിന്റെ ഇടയിലും കൂടെ വന്നവർക്ക് ഉസ്താദ് കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുക്കണ്ടേനി. ഇവിടുത്തെ പ്രധാന വിനോദം ഒട്ടക സഫാരി. ഞങ്ങളെ വണ്ടി വന്ന ഹാജിമാരും അപ്പുറത്തെ വണ്ടി വന്ന ഹാജിമാരും എല്ലാവരും ഒട്ടകത്തിന്റെ പുറത്ത് മാറി മാറി കയറുന്നുണ്ടേനി. ഇതിന്റെ ഇടയിൽ രണ്ടാൾക്കാർ ഒട്ടകത്തിന് ചിരിപ്പിക്കാൻ നോക്കണ്ടേനി. പക്ഷെ ഓല പേടി കണ്ടിട്ട് ഒട്ടകത്തിന് തന്നെ ചിരി വന്നുപോയി. ഒട്ടക സഫാരി മാത്രമല്ല, കുതിര സഫാരിയും കച്ചവടവും പാൽ കച്ചവടവും എല്ലാം ഉണ്ട്. ഇവിടെ വണ്ടി ഇറങ്ങണതിന്റെ അമീർ എല്ലാവരോടും പറഞ്ഞു ഒട്ടകപ്പാല് കുടിക്കണേ കുടിക്കുക, പക്ഷെ അത് ഫർലല്ലാണ്. അതുകൊണ്ട് തന്നെ ഒട്ടകപ്പാല് കുടിക്കാൻ ഹാജിമാർ അങ്ങനെ അധികം പോകണേ ഞാൻ കണ്ടില്ല. എന്നാലും ഞങ്ങളുടെ ഒരു സുഹൃത്തും റാഷീന്റെ കമ്പനിയിലെ ഡ്രൈവറായ ഷാഫിക്ക എന്ന് വിളിക്കുന്ന ഷാഫി തൂര് മൂപ്പര് ഒട്ടകപ്പാല് വാങ്ങി കുടിക്കേണ്ടിയിരുന്നു. ഞങ്ങളെ കൂടെ വന്ന ആൾക്കാരെ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് നടത്തിക്കുകയാണെങ്കിലും ഒട്ടകത്തിന്റെ മുതലാളിമാരുണ്ട് ഒട്ടകത്തിനെ കൊണ്ട് ഓടുന്നു. അതിന്റെ ഇടയിലുണ്ട് ഒരു ചങ്ങായി കുതിരനെ കൊണ്ടെടുക്കും. ഹോഴ്സ് റൈഡിങ് എനിക്ക് നല്ലോണം അറിയണതിനോട് ഓനോട് ഒരു റൈഡ് തരുമെന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ ഓൻ പറഞ്ഞു എനിക്ക് എത്ര റൈഡിങ് അറിയെങ്കിലും കുതിരനെ ഞാൻ കൈ വിട്ട് തരില്ല, പിടിച്ച് നടത്തിക്കുള്ളൂ. അങ്ങനെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവനോട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ എല്ലാവരും വണ്ടി കയറി ഹുദൈബിയ സന്ധി നടന്ന സ്ഥലത്തേക്ക് യാത്രയായി. ഡ്രൈവറെ കൂടെ ഇരിക്കുന്ന ആൾക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധം ഇല്ലെങ്കിൽ ഇത് നമ്മളെ സേഫ്റ്റി അല്ലേ എന്ന് ആലോചിച്ച് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട്. അങ്ങനെ പണ്ട് ഹുദൈബിയ സന്ധി നടന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തി. അങ്ങനെ ഉസ്താദ് ഒരു ആയിട്ടുള്ള സ്ഥലത്ത് കയറി മൈക്കും വെച്ച് പ്രസംഗം തുടങ്ങി. ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളും പറയാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ നിന്ന് തുർക്കി എന്ന് പറഞ്ഞ ഹാജിമാർ ഇതിനെ കാട്ടി വലിയ മൈക്കിൽ അവര് പ്രസംഗം തുടങ്ങി. ഇതുകൊണ്ടൊന്നും നമ്മൾ തളരില്ല എന്നും പറഞ്ഞ് ഉസ്താദ് പ്രസംഗം തുടങ്ങി. പറയേണ്ടതൊക്കെ പറഞ്ഞു തീർത്തതിന് ശേഷമാണ് ഉസ്താദ് പ്രസംഗം നിർത്തി. പ്രസംഗത്തിന് ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും വേണ്ടി എല്ലാവരും തിരിഞ്ഞു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് ഒരു ചങ്ങായി ഒരു ഉടുമ്പിനെ പിടിച്ച് നിൽക്കണേ. ആദ്യം കണ്ടപ്പോൾ ഇത് ടോയ് ആണെന്ന് വിചാരിച്ചു. പിന്നെ കണ്ടപ്പോഴാണ് അത് അനങ്ങണത് കണ്ടാൽ ഇത് കേരളത്തിൽ നമ്മൾ കാണുന്ന പോലത്തെ ഉടുമ്പല്ല, ഒരു പ്രത്യേകതരം ഉടുമ്പാണ്. അതിന്റെ കൂടെ എന്തോ ഒരു അത്ര പോലത്തെ ഒരു സാധനം കൂടി വിൽക്കണ്ടേനി. അതെന്താന്ന് ചോദിച്ചപ്പോൾ ആണുങ്ങൾക്കുള്ള ഒരു പ്രത്യേകതരം തൈലാണെന്ന് പറഞ്ഞു. അപ്പുറത്ത് പലതീയ തൊഴിലാളിയായ ഒരു ബംഗാളി എല്ലാവരോടും നടന്ന് സലാം പറയണ്ടേനി. സംഭവം ടിപ്പ് കിട്ടാൻ വേണ്ടിയാണ് സലാം പറയണെങ്കിലും കഴിയുന്നവരൊക്കെ ഒന്ന് സഹായിക്കേണ്ടി. കാരണം 600 റിയാലും അതിനും താഴെയാണ് ഇവരെ ശമ്പളം. ഇവിടുന്നൊക്കെ ടിപ്പ് കിട്ടിയിട്ടാണ് അവർക്ക് പൈസ നാട്ടിൽ അയക്കാൻ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വണ്ടി കയറി നേരെ കിസ്വത്ത് കാബ ഫാക്ടറിയിലേക്ക് യാത്ര തിരിച്ചു. പോണ വഴിക്ക് ഹാഫിൽ കമ്പനിയുടെ ബസ് നിർത്തിയിടുന്ന സ്ഥലം കണ്ട്. ഹജ്ജിന് വേണ്ടി ഓടാൻ വേണ്ടി മാത്രം നിർത്തിയിട്ട ബസ്സുകളാണ് ഇതിൽ കൂടുതൽ. അങ്ങനെ കിസ്വത്ത് കാബ എക്സിബിഷനിലെത്തി എല്ലാവരും കയറി ചെല്ലുമ്പോൾ കൂടെ ഞാനും കയറി ചെന്നു. ഉസ്താദ് അവിടുത്തെ വസ്തുക്കളുടെ ചരിത്രവും കാര്യങ്ങളും പ്രത്യേകം എടുത്തു പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മുമ്പ് പല പ്രാവശ്യം എക്സിബിഷൻ കാണാൻ പോയിട്ടുണ്ടെങ്കിലും അതുവരെ ഒന്നും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉസ്താദ് എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നെ. അങ്ങനെ മക്കത്ത് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ യാത്ര പോണേ. അതും മലയാളി ഹാജിമാരെ കൂടെ ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നൌഷാദ് കരുവണ്ണൂർ ഉസ്താദിനോടും ഹാജിമാരോടും റാഷിനോടും പിന്നെ അടുത്ത ട്രിപ്പിൽ കാണാമെന്നും പറഞ്ഞ് യാത്രയും പറഞ്ഞ് ഞാൻ നേരെ 6-ാം നമ്പർ ബസ് കയറി റൂമിലേക്ക് പോകുന്നു.